ദിവ്യ ഇഷ്ടമെന്നുമേ എന്നുടെ ജീവിതത്തിനാശയേ. നാളും ക്രൂശെടുത്തു ഞാൻ താതനിഷ്ടം നിറവേറ്റുമേ. ഞാൻ പിന്തുടർന്നിടും, ഞാൻ പിൻഗമിച്ചിടും എന്നുടെ ജീവിതയാത്രയിൽ. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ തഞ്ചിറകനിക്കു വിശ്രമം. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ തഞ്ചിറകനിക്കു വിശ്രമം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 28-ാം സങ്കീർത്തനം 5-ാം വാക്യം. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായകൊണ്ട് അവനവരെ പണിയാതെ ഇടിച്ച് കളയും. ദുഷ്പ്രവൃത്തിക്കാർ യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും വിവേചിക്കായകൊണ്ട് ദൈവം അവരെ പണിയാതെ ഇടിച്ചു കളയുമെന്നാണ് ദാവീദ് ഈ വാക്യത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ദൈവിക അരുളപ്പാടുകളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നവർ ദൈവിക രക്ഷ അനുഭവിക്കുകയും ദൈനംദിന ജീവിതത്തിലുള്ള ദൈവിക കരുതൽ തിരിച്ചറിയുകയും ചെയ്യും. ദുഷ്ടൻ അനുഭവിക്കുന്ന ശിക്ഷാവിധി അവൻ സ്വയം വരുത്തിവെച്ചതാണ്. ദൈവിക നിഷേധമാണ് അവൻ്റെ പ്രധാന പ്രശ്നം. ദൈവിക അരുളപ്പാടുകളോടും ദൈവിക ക്രമങ്ങളോടും ക്രിയാത്മകമായി പ്രതികരിക്കാത്തതുകൊണ്ട് അവൻ തകർച്ചയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പ്രിയ സ്നേഹിതരെ, സംസാരിക്കാനും ഇടപെടാനും തിരുത്താനും നയിക്കാനും കഴിയുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവൻ്റെ ആലോചന മനസ്സിലായി അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഈ നോമ്പ് നാളുകൾ നമ്മെ തന്നെ നമുക്കൊരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പ്രവൃത്തികളെയും നിൻ്റെ കൈവേലകളെയും തിരിച്ചറിയുവാനുള്ള കൃപ ഈ നാളുകളിൽ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.